Hi, welcome to Set Your Life with me. Today's topic is John Lyly. University wits ആണ് നമ്മുടെ ടോപ്പിക്. അതിൽ ജോൺ ലില്ലിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. He was born around 1553 or 54 in Kent, England, into a scholarly family. His grandfather was the grammarian William Lyly. 1553-54 ഇയറിലാണ് അദ്ദേഹം ജനിച്ചത് ഇംഗ്ലണ്ടിലെ കെൻറ്റിൽ and died in the year 1606. He entered court life and politics, serving as a member of parliament. Politics member of parliament and writing for Queen Elizabeth's first court. He popularized writing plays in prose. He wrote two prose romances, Euphues, The Anatomy of Wit, 1578 and it's a didactic romance that introduced the ornate allusive style known as Euphuism. Euphuism എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസ് റൊമാൻസ് ആണ് യുഫ്യൂസ് ദ അനാട്ടമി ഓഫ് വിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. യുഫ്യൂയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്തൻ ഇറയിലുള്ള ഒരു ഫാഷൻ ഓഫ് റൈറ്റിംഗ് ആണ്. ആൻഡ് ഇറ്റ് എംപ്ലോയ്ഡ് ദ ഫ്രീക്വൻറ്റ് യൂസ് ഓഫ് അലിട്രേഷൻ, ആൻറ്റിത്തസിസ്, ബാലൻസ് ആൻഡ് സിമിലി. അലിട്രേഷൻ, ആൻറ്റിത്തസിസ്, ബാലൻസ്, സിമിലി ഒക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് യുഫ്യൂയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പിറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണൻറ്റ് സൗണ്ട് ആണ്. ആൻറ്റിത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് ഓർ ഓപ്പോസിഷൻ ബിറ്റ്വീൻ ടു തിങ്സ് ആണ്. ആൻഡ് സിമിലി നമുക്കറിയാം ടൈപ്പ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ദറ്റ് ഡയറക്ട്ലി കമ്പയർസ് ടു തിങ്സ്. രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സിമിലി. അപ്പോൾ ഈ സിമിലി, അലിട്രേഷൻ, ബാലൻസ് ഇതൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലാണ് യുഫ്യൂയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഹിസ് സെക്കൻഡ് പ്രോസ് റൊമാൻസ് ഇസ് യുഫ്യൂസ് ആൻഡ് ഹിസ് ഇംഗ്ലണ്ട്, 1580 വർക്കാണ്. എ സീക്വൽ ദാറ്റ് കണ്ടിന്യൂഡ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് യുഫ്യൂസ് ആൻഡ് ഫർദർ ഡെവലപ്ഡ് ലിലി സ്റ്റൈലിസ്റ്റിക് ഇന്നോവേഷൻസ്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് പ്രോസ് റൊമാൻസ് ആണ് യുഫ്യൂസ് ആൻഡ് ഹിസ് ഇംഗ്ലണ്ട്. അതൊരു സീക്വലാണ്. That continued the adventures of Euphues and further developed Lily's stylistic innovations. നമ്മൾ പറഞ്ഞു ജോൺ ലില്ലിയുടെ രണ്ട് പ്രോസ് റൊമാൻസസ് യുഫ്യൂസ് ദ അനാട്ടമി ഓഫ് വിറ്റും യുഫ്യൂസ് ആൻഡ് ഹിസ് ഇംഗ്ലണ്ടും ആണ്. അപ്പോൾ ഇത് രണ്ടിലും യുഫ്യൂസ് എന്ന് പറഞ്ഞൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി അഡോപ്റ്റഡ് ദ വേർഡ് ഫ്രം റോജർ ആഷംസ് ദ സ്കൂൾ മാസ്റ്റർ. ദ സ്കൂൾ മാസ്റ്റർ എന്ന് പറഞ്ഞ വർക്ക് എന്നാണ് യുഫ്യൂസ് എന്ന് പറയുന്ന വേർഡ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് മീൻസ് വിറ്റി പേഴ്സൺ. He wrote 8 plays or court comedies, many of which were performed before Queen Elizabeth I. And these plays blended with myth, allegory and witty dialogues. ഒരു സ്റ്റോറിയോ പോമോ ഒക്കെ that can be interpreted to reveal a hidden meaning. ഒരു ഹിഡൻ മീനിങ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അലിഗറി. സോ മിത്ത്, അലിഗറി, വിറ്റി ഡയലോഗ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ കോർട്ട് കോമഡീസ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. സോ ലിലി ഈസ് സംടൈംസ് കോൾഡ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് കോമഡി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് 2 പ്രോസ് റൊമാൻസസും ബാക്കി 8 പ്ലേസ് കോർട്ട് കോമഡീസുമാണ്. യുഫ്യൂസ് ദ അനാട്ടമി ഓഫ് വിറ്റ്, യുഫ്യൂസ് ആൻഡ് ഹിസ് ഇംഗ്ലണ്ട് പ്രോസ് റൊമാൻസസ് ആണ്. ഹിസ് ബ്ലെൻഡ് ഓഫ് courtly elegance and theatrical flair made him a literary trendsetter of his time. അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സ്, കോർട്ട്ലി എലഗൻസ്, അതേപോലെ തിയേട്രിക്കൽ ഫ്ലെയർ, ഇതൊക്കെ അദ്ദേഹത്തിന് ഒരു ട്രെൻഡ് സെറ്ററാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ മേജർ കോർട്ട് കോമഡീസ് നോക്കാം. എൻറ്റിമിയോൺ ദ മാൻ ഇൻ ദ മൂൺ. അത് പെർഫോം ചെയ്തത് 1588 പ്രിൻറ്റഡ് ഇൻ 1591. It's often considered as his masterpiece and it's a dreamy allegory of love and ambition. Love, ambition ഒക്കെ കുറിച്ച് പറയുന്ന ഒരു വർക്കാണ് and often considered as his masterpiece. Next work is Compass Pay, 1583. And the work is considered to be the first of the comedies with which Lyly inaugurated the golden period of the Elizabethan theatre. എലിസബത്തൻ തിയേറ്ററിൻ്റെ ഒരു ഗോൾഡൻ പീരീഡിനെ ഒരു ഇനോഗ്രേഷൻ പോലെയായിരുന്നു ഈ വർക്ക് എന്നാണ് പറയപ്പെടുന്നത്. ഇറ്റ്സ് എ റൊമാൻറ്റിക് കോമഡി ഇൻവോൾവിംഗ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആൻഡ് ദ പെയിൻറ്റർ Apelles.
and it's widely considered as Lyly's earliest drama. Next work is Sappho and Phao, 1584. It's a poetic tale of unrequited love and transformation. തിരിച്ചിട്ടാത്ത സ്നേഹം അതേപോലെ ട്രാൻസ്ഫോർമേഷൻ ഇതിനെക്കുറിച്ചൊക്കെയാണ് സാഫോ ആൻഡ് ഫാവോയിൽ പറയുന്നത്. It was likely the first that the playwright devoted to the allegorical idealization of Queen Elizabeth I. Queen Elizabeth Iന് ഒരു allegorical idealization കൊടുത്തുകൊണ്ടുള്ള ഒരു വർക്കാണ്, and that became the predominating feature of Lyly's dramatic canon. ലിലിയുടെ ഡ്രമാറ്റിക് കാനൻ്റെ ഒരു പ്രീഡോമിനേറ്റിംഗ് ഫീച്ചറായിട്ട് ഈ ഒരു ഐഡിയലൈസേഷൻ മാറി. നെക്സ്റ്റ് വർക്ക് ഇസ് ഗലേത്തിയ ആൻഡ് ഫസ്റ്റ് പെർഫോമൻസ് വാസ് അറ്റ് ഗ്രീൻവിച്ച് പാലസ് ഓൺ ന്യൂ ഇയേഴ്സ് ഡേ 1588 and it was performed before Queen Elizabeth I and her court by the children of St. Paul's, a troupe of boy actors. It was a gender-bending pastoral comedy with themes of love and disguise. ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ജെൻഡർ ബെൻഡിങ് പാസ്റ്ററൽ കോമഡി ആയിരുന്നു ഗലേത്തിയ. ആൻഡ് ന്യൂ ഇയർ ഡേ 1588 ഫസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്നത് ഗ്രീൻവിച്ച് പാലസിൽ വെച്ചിട്ടാണ്, ബിഫോർ ക്വീൻ എലിസബത്ത് and her court by the children of St. Paul's. എലിസബത്തൻ ജക്കോബിയൻ ലണ്ടനിൽ ഉണ്ടായിരുന്ന ഒരു നെയിം ഓഫ് എ ട്രൂപ്പാണ് ചിൽഡ്രൻ ഓഫ് പോൾസ്. ബോയ് ആക്ടേഴ്സിൻ്റെ ഒരു ട്രൂപ്പാണ് ചിൽഡ്രൻ ഓഫ് പോൾസ്. അപ്പോൾ അവരെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഗലേത്തിയ. ആൻഡ് പാസ്റ്ററൽ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാമ ദാറ്റ് ഡെപിക്ട്സ് ദ ലൈഫ് ഓഫ് റൂറൽ ക്യാരക്ടേഴ്സ്, പെർട്ടിക്കുലർലി ഷെപ്പേഴ്സ്, അവരെക്കുറിച്ചൊക്കെ റൂറൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള അവരുടെ ലൈഫ് ഡെപിക്റ്റ് ചെയ്യുന്ന വർക്കിനാണ് പാസ്റ്ററൽ എന്ന് പറയുന്നത്. പാസ്റ്ററൽ കോമഡി എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫ് ഡെപിക്റ്റ് ചെയ്യുന്നതാണ്. സോ ഗലേത്തിയ എന്ന് പറയുന്ന ഒരു പാസ്റ്ററൽ കോമഡി ആയിരുന്നു. സിമ്പിൾ പ്യുവർ ഇന്നസെൻറ്റ് സിറ്റുവേഷൻസ് ആണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ജോൺ ലിലിയുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കോട്ട് കോമഡിയിൽ തന്നെ 8 കോട്ട് കോമഡീസ് ഉള്ളതിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമഡീസ് മാത്രമേ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. മറ്റ് വർക്ക്സ് മിഡാസ്, മദർ ബോംബി, ലവ്സ് മെറ്റമോർഫോസിസ്, ദ വുമൺ ഇൻ ദ മൂൺ, ഇതൊക്കെയാണ്. ലിലീസ് വർക്ക്സ് വെയർ അഡ്മയർഡ് ഫോർ ദെയർ എലിഗൻസ് ആൻഡ് വിറ്റ്, ആൻഡ് ദേ laid the groundwork for later dramatists like Shakespeare. ഷേക്സ്പിയറിനെ പോലെയുള്ള ഡ്രാമറ്റിസ്റ്റിന് ഒരു ഗ്രൗണ്ട് വർക്ക് കൊടുക്കാൻ ലില്ലിയുടെ വർക്ക്സിന് പറ്റിയിട്ടുണ്ട്. സോ ഇതോടുകൂടി ജോൺ ലിലി എന്ന് പറഞ്ഞ ടോപ്പിക്കും ഇവിടെ തീരുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് റൈറ്ററിനെയും കൊണ്ട് വീണ്ടും വരാം. താങ്ക് യു.